ബാക്ക് ടു മൈ വീഡിയോ ഗൈസ്. ഇവിടെ ഇപ്പോൾ ഒരു തണുത്തൊരു കാറ്റല്ലുണ്ട് ഗൈസ്. എന്ന് വെച്ചാൽ സംഭവം അറിയില്ല, മഴയായിരിക്കും ചിലപ്പോൾ. ഇന്നലെ മഴ പെയ്തിനി, ഇവിടെയൊക്കെ കണ്ടാൽ മനസ്സിലാവും മഴ പെയ്ത പോലെ ഉണ്ട്. അപ്പോൾ ഇന്നലെയുള്ള നല്ലൊരു മഴ പെയ്തിനി, പക്ഷേ ഇന്നൊരു ഇടിയെല്ലാം പൊട്ടുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് മുളകൊക്കെ പറിച്ചായിരുന്നു മറ്റേ വീഡിയോ. ഞാൻ 2 വീഡിയോ എടുത്തിട്ടുണ്ട് ഗൈസ്. മുമ്പ് ഒരു വീഡിയോ എടുത്തിരുന്നു, കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ഇവിടെയൊക്കെ നല്ലൊരു മഴയുണ്ട്. മേലൊരു ചക്കരിപ്പുണ്ട് ഗൈസ്, കണ്ടോ? നല്ലൊരു കാറ്റ് വീശി, ഇപ്പുറം തണുത്തൊരു കാറ്റടിക്കുന്നു ഇപ്പുറം, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കാന്താരിക്ക് പറിച്ചെടുത്തു. പിന്നെ ഇവിടെ ചെമ്പരത്തി മഞ്ഞ നമുക്കത് നോക്കാം. ബാക്കേ പുറത്തൊരു കാന്താരിൻ്റെ മരമുണ്ട്, അവിടെ ചോന്നതിൻ്റെ പറിക്കണം. കണ്ടോ ഗൈസ്, കണ്ടോ? നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബാക്കേ പുറത്തേക്ക് പോവാം. ലെസ് ഗൈസ് എന്നൊരു സംഭവം കാണണം. അതാ നമ്മൾ ഇതിൽ കൂടെ മറ്റേ ഫ്ലവറിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ബാക്കേ പുറത്തെത്തി. അപ്പം ഇനി ഇതാ ഇവിടെ കണ്ടോ, കറക്റ്റ് ശ്രദ്ധിച്ചൊക്കെ കാണാം ഉറുമ്പ് നിൽക്കുന്നത്. ആയി പറിക്കാൻ ഗൈസ് ഇത് പറിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ ഉറുമ്പുണ്ട്, ഭയങ്കര ഉറുമ്പ്. ഇവിടെ തന്നെ കഴിച്ചിപ്പോൾ മേത്തി കയറി. അപ്പോൾ ഗൈസ് നമുക്ക് മുളകിൻ്റെ ഉള്ളിൽ കൂടെ കൊനയിലേക്ക് എത്താം, വലിയ ഫ്ലവറിലെ ഉള്ളിലേക്ക് തന്നെ എത്താം. ലെറ്റ്സ് ഗോ. അപ്പം ഗൈസ് നമ്മൾ ഇതിൽ കൂടെ പുറത്തേക്ക് എത്തിയിരിക്കുന്നു. പിന്നെയും മുമ്പിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഗൈസ് അവിടെ തീ കത്തുന്നുണ്ട് ചെറുങ്ങനെ. നല്ലൊരു കാറ്റാണ് ഗൈസ്, ഇവിടെ ഭയങ്കര തണുപ്പ്, മഴേൻ്റെ സാധ്യത തന്നെയാണിത് ഗൈസ്. അപ്പുറത്തെ വീട്ടിൽ ആൾക്കാരാകുമ്പോൾ നോക്കുന്നില്ല തോന്നി. കണ്ടോ, കാണിച്ചേരേ, ഇത്രയേ സൂം ചെയ്യാൻ പറ്റത്തുള്ളൂ. അവിടെ ഒരാളെ കാണുന്നുണ്ടേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ചുവപ്പ് കളറിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. വേറൊന്നുമില്ല ഗൈസ്. ഇവിടെ കുറേ കാറ്റടിക്കുന്നുണ്ട്, കുറേ മരങ്ങളുള്ളതുകൊണ്ടൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഞാൻ അവിടെ കുറേ ഓലേൻ്റെ സംഭവം വെച്ചിനി, വെക്കാൻ സ്ഥലത്തേക്ക് ഒരാളെ കൊണ്ട് വെച്ചാണ് ഗൈസ്. ഇവിടെ ഒരു തെങ്ങുണ്ട്, തേങ്ങകളുണ്ട്. പക്ഷേ എൻ്റെ വീട് മറ്റോളില്ല, ഒരുത്തിനില്ല, വേറൊരുത്തും കൂടി ഇല്ല ഗൈസ്. അവൻ പോയി, ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അതിനെ നിൽക്കണം പോയിട്ട്. ഓനെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ഒറ്റക്കാണ് ഗൈസ്. വിട്ടുപോയി ഗൈസ്, ഒരു മോളും കൂടി പഠിക്കാൻ വിട്ടുപോയി. ഞാൻ ശ്രദ്ധിച്ചില്ല. കണ്ടോ, ഇവിടെ ഒന്ന് നിൽക്കുന്നത് പറിച്ചിങ് എടുക്കാം. കണ്ടോ, ഇലയോടങ്ങി പോകുന്ന സാധനം. സിപ്പറൊക്കെ നിൽക്കുന്നുണ്ട് മുളക്, പക്ഷേ ഇത് ഉണങ്ങിപ്പോയി. ഉണങ്ങിയാലെന്താ പറിച്ചാളിയാം. ഇത് പറിക്കാനാണ് ഗൈസ് പാട്, ഒന്നും കാണിക്കാനില്ല. ഞാനിപ്പം മഴേൻ്റെ വീഡിയോ വരുന്നുണ്ട്, മഴ വരുന്ന പോലായിട്ട് വീഡിയോ എടുത്തതാണ്. ഞാൻ വീഡിയോ എടുക്കലില്ല, അധികം ഷോർട്സാണ് എടുക്കല്, ഇങ്ങനെ കാണുന്നുണ്ട് ഗൈസ്. ഗൈസ് ഇപ്പം 3 കിട്ടി, കുറച്ച് അങ്ങ് കൊണ്ടാച്ചു നിർത്താം. ഇതാ ഇവിടുത്തെ കൊല പോലെ നിൽക്കുന്നത് കുറേ എണ്ണം. ഇത് തൊടുമ്പോൾ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഫീല് ഗൈസ്, നമ്മളൊരു നോമ്പോർക്കും എടുക്കുന്ന ഈത്തപ്പഴത്തിൻ്റെ ഫീല്. അപ്പം ഗൈസ് ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. ഒന്നുമില്ല ഗൈസ്, ഫീലിൽ കാണിക്കുക. അതുകൊണ്ട് മുളകാണ് കാണിക്കുന്നത്. ഇവിടെ ഉറുമ്പുണ്ട് ഗൈസ്, കടിക്കുന്നു. പക്ഷെ ബാക്കത്തെ പോലെ ഇല്ല, ബാക്കത്തെ പറിക്കാൻ വേണ്ടിയില്ല ഗൈസ്. അവിടെ നിന്ന് കുറേ ഇവിടെ അതിൻ്റെ കുഞ്ഞനാണുള്ളത്, അവിടെ വലിയ ഉറുമ്പിൻ്റെ കുഞ്ഞനാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇത് കടിക്കൂല, ഇക്കിളിയാക്കുന്ന ഒരു ഉറുമ്പാണ്. നമ്മളെ വെറുതെ ഇങ്ങനെ ഒരു ഇക്കിളിയാക്കുമ്പോൾ തന്നെ. ഈ ഉറുമ്പ് ഇവിടെ ഇല്ലേനും ഇപ്പം അടുത്ത് വന്ന് കേട്ടോ തോന്നുന്നു. ഓക്കെ ഗൈസ്, ഇതാ ഇത്ര കിട്ടി. ഉള്ളോട്ടെല്ലാം ഇരിക്കുന്നു. ഇപ്പം പോയാണ് ഗൈസ് ഞാൻ. ഇതാ ഇത്രയും കിട്ടി. ഇത് കണ്ടോ ഗൈസ്, വെള്ള കളറിൽ തന്നെ ഇത് ചുരുങ്ങി ചുവപ്പായിട്ട് പിന്നെയും വെള്ളയിലേക്ക് തന്നെ വരുന്നതാണ്. അതിന് മുമ്പ് ഞാൻ പറിച്ച് ഗൈസ് ഇവിടെ എല്ലാം ഉണ്ട്. ഇത് ഒടിച്ച് എടുത്തേക്കാം. കണ്ടോ, ഉള്ളോട്ട് പോകുമ്പോൾ ഏന്താൻ പറ്റുന്നില്ല ഗൈസ്, അവിടെ കാടായതുകൊണ്ട്. നല്ല സെറ്റ് വ്യൂ ആണ് ഗൈസ്, ഇവിടെ കുറേ കാടായിട്ട്. പിന്നെ കാന്താരി മരത്തിൻ്റെ മരമാണ്, ആരോ പിടിച്ച് ഓടിച്ചാലിന്, അതുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. അപ്പം ഇത്ര കിട്ടി. ഇനി ഉണ്ട് ഈ മരത്തുമേൽ. ഇനി ലാസ്റ്റ് ഇത്ര ഒന്നും കൂടി ഉള്ളൂ. എന്നിട്ടിത് കൂടെ ബാക്കിയുള്ളൂ. എല്ലാം പറിച്ചു. മോളൊന്ന് ഉണങ്ങി എല്ലാം കൂടി ഒറ്റ കോളാമ്പി പോലെ. അപ്പോൾ എടുത്തേക്കാം. കാന്താരി സാറിനെ പറിച്ചെടുത്തേക്കുന്നു ഗൈസ്. നമ്മളെ കാന്താരി സാർ പാവം ഗൈസ്. ഇപ്പോൾ ഒരൊറ്റ മുളക് ഇതിൻ്റെ മുകളിലില്ല, എല്ലാം പറിച്ച്. പിന്നെ ആടെ ഉണ്ട് ഒരു കാന്താരിൻ്റെ മരം, പക്ഷെ അവിടെ ഒന്നുമില്ല. അവിടെ കാന്താരി ഇല്ല, മരം മാത്രമാണ്. കാണിച്ചു തരാം. നമുക്ക് മുളകിൻ്റെ ഉള്ളിൽ കൂടെ ആക്കാം.
വീഡിയോ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഇത് ഇന്നലത്തെ മഴക്കൊന്നും വെള്ളമായിരിക്കും. ഞാൻ വെള്ളം വെക്കലില്ല. ഇന്നലെ കാറ്റടിച്ചിട്ട് എൻ്റെ പാത്രമൊക്കെ തെറിച്ചു പോയി. ഗൈസിൻ്റെ പ്രൈസെല്ലാം തെറിച്ചു പോയി. അതുകൊണ്ടോ ഇതെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചേക്കാം തൽക്കാലം. നല്ല വേണ്ട അതിലേക്കട്ടെ. ഇവിടെ ആരും മണ്ണ് കൊണ്ടിട്ട് ഗൈസ്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ കാന്താരിൻ്റെ മരം. പക്ഷെ ഇവിടെ ഒന്നും കാന്താരി ഉണ്ടായിട്ടില്ല, വെറും മരമാണുള്ളൂ. ഇതിന് മുമ്പ് ഒറ്റ നാട്ടുണ്ടായി, ഞാൻ പറിച്ചെന്ന് തോന്നുന്നു. ഇതാ അതൊന്നിതാ കണ്ടോ, ഉണങ്ങിപ്പോയതല്ലോ, ഉണങ്ങിപ്പോയത്. നോക്കണ്ട, നോക്കിയിട്ട് കാര്യമില്ല. ഇവിടെ ഒരു ഒടിഞ്ഞു വീണ വായുണ്ട്, ആ കൊല കൊത്തി. ഗൈസ് ഞാൻ കാന്താരി ജസ്റ്റ് ഇവിടെ നിന്ന് വെച്ചു. പിന്നെ ഞാൻ ഉമ്മാനെ വിളിച്ചിരുന്നു ഗൈസ്. മറ്റേ മാച്ചിൽപ്പെട്ടത്തിൻ്റെ ചൂല് കൊണ്ടൊക്കെ. എന്ത് ചൂലായത്? പണ്ട് എംബയിൽ ഉപയോഗിക്കുന്ന ചൂലാണ് ഗൈസ്. അത് ഏത് കാലത്തുള്ള ചൂല്? പണ്ടത്തെ ആൾക്കാർ ഉപയോഗിക്കുന്ന ചൂലാണ് ഗൈസ്. ഇവിടെ ഒരു ചൂലുണ്ട്, ഇതാണ് കുഞ്ഞു ചൂല്, ചെറിയൊരു ചൂല് ഗൈസ്. പിന്നെ മാച്ചിൽപ്പെട്ട ചൂല്. ഈ മഴ പെയ്യാൻ പോകുമ്പോഴാണ് ഈ മുഹാമ പോലത്തെ ഗ്രൗണ്ട് പോലത്തെ സാധനം അടിച്ചു വരാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ചായി കാട് പിടിച്ചു പോയി, അടിക്കാണ്ട് വെച്ചിട്ട്. കാടൊന്നും പിടിച്ചിട്ടില്ല, ചെറുങ്ങനൊരു ചെടി വിളിച്ച പോലെ. ലെറ്റ്സ് ഗോ. അപ്പോൾ ആ ചൂല് ഞാൻ കൊടുത്തു, അടിച്ചു വരുന്നതാണ്. ഒരു ഫോണിൻ്റെ സ്ക്രീൻ ഉണ്ട് പൊട്ടിയത്, ഒരു സൗണ്ട് കൂടി കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അത് തുളച്ചതിൻ്റെ ചെരുപ്പിലുള്ള കൂടെ തുളച്ചതിൻ്റെ കാൽമേക്ക് ഇരിക്കണം, നല്ല രസമുണ്ടാവും. വേറൊന്നും ഇല്ല കാഴ്ച കാണിക്കേ. ഇവിടെ അടഞ്ഞു പോയി കാഴ്ച. ഓട്ട തുറക്കണം. ഞാൻ ടെറസുമെന്ന് പോയാൽ കാഴ്ച ജസ്റ്റ് ഭയങ്കര ഇടാന്നില്ല. ഇപ്പോൾ 5 മണി ആയതാണോ 6 മണി ആയതാണോ അല്ലെ മഴക്കാറോ എന്തോ ഉണ്ട്. ഞാൻ ഇന്ന് വേഗം കടന്നുറങ്ങി. ഇപ്പോൾ ഉച്ചക്കന്നെ ഇപ്പോൾ കുറച്ച് നേരത്താണ് എണീച്ചത് ഞാൻ. ആ വാഴ ഒടിഞ്ഞു വീണ് കഴിച്ചു, താനേ വീണ് കഴിച്ചെടുത്ത് വാഴയല്ലോ. സീറ്റിനകത്ത് കഴിച്ച് ടൈം 6 മണി തന്നെയായി, 5:50 കറക്റ്റായി. എന്നാലും മഴക്കാറുണ്ട്, മഴ പെയ്യട്ടേനും പഠിച്ചോനെ. എന്നാലും നല്ല മഴയാണ്. ദിവസം വാഴ ഒടിഞ്ഞു വീണിട്ടുണ്ട്, നമുക്ക് പോയി നോക്കി നോക്കാം. താനേ നിൽക്കുമ്പോൾ ഒരൊറ്റ വേലി. ഇവിടുത്തെ വാഴക്കെല്ലാം പ്രേതം കുടിക്കുന്നു. വല്ലാത്തൊരു വാഴ കണ്ട, ഒടിഞ്ഞു വീഴ കണ്ടോ ഇത്. ഇതാ ഈ വാഴ കുറച്ച് കാലത്തെ വരെ നല്ല നിൽക്കുന്നില്ല, ഈ പൊടിഞ്ഞതാ. അയ്യ, കൊലയുള്ള വാഴ ഒടിഞ്ഞ് ഓവിൻ്റെ അടുത്തേക്ക് പോയി. പക്ഷേ വായൻ്റെ ഉള്ളിൽ നിന്ന് ചൊന വരുന്നുണ്ട്. കൊലയുള്ള വാഴയായി സ്നേഹൻ്റെ കൊല കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിനോട് ഞാൻ എൻ്റെ മേത്തേക്ക് പോകാം ഗൈസ്. ഇതാ ഇവിടെ വലിയൊരു ഓവാണ്. പണ്ടിത് വഴിയേനും, പക്ഷെ ഇങ്ങനെ ഇപ്പം അടഞ്ഞു പോയി. ഒച്ചപ്പാട് വരുന്നു ഗൈസ്. ഒരൊറ്റ പുകയിലുള്ള ഓവിലേക്കാവും. എന്തിനാണോ ഈ കൊലയുള്ള വാഴ ഇങ്ങനെ കൂട്ടിയിരിക്കുന്നത്, പാവം. കാരണം ഉണങ്ങിപ്പോയി പഴുത്തോളം. എൻ്റെ കാമ്പിതവിടെ പിന്നെ പഴമുണ്ട്. പഴം മൂത്തിട്ടില്ല, ചക്ക മറ്റേ കയ്പൊക്കെ വന്നാൽ കട്ടിയിൽ കഴിച്ചത് കല്ല് പോലെ. ഇത് പൊടിഞ്ഞെൻ്റെ മേത്ത് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ പോട്ടെ കൈസ്, കയ്യല്ല പടി കഴിക്കാൻ കയ്യല്ല. താനേ ഒരൊറ്റ വെക്കുമ്പോൾ ഒരൊറ്റ പേര്. പക്ഷെ വാഴക്ക് ജീവനുണ്ടാവും, അങ്ങനെ ചത്തുപോകില്ല വായ. വായനെ പിടിച്ചിട്ട് കെട്ടിയിടണം. ഇതാ അതിൽ മർത്തം കായ്ച്ച് നോക്ക് കായ്സ്. ഇങ്ങനത്തെ ഒരു കങ്ങ് നിങ്ങൾ എവിടെയും കണ്ടില്ലോ? എനിക്ക് തോന്നുന്നത് മുറിച്ചിട്ട് ഒട്ടിച്ച പോലെ ഉണ്ട്. കണ്ടോ ഗൈസ്, ഇവിടെ ഇങ്ങനെ അവരുടെ സ്പ്രിങ് ഇട്ട് ഇറക്കിയ പോലെ ഇവിടെ എന്തോ സാധനം ഇട്ട് കെട്ടിയിട്ട പോലെ ഉണ്ട്. അമർന്നു നോക്കി മുറിഞ്ഞിട്ട് എടുത്ത് വെച്ചെന്ന് തോന്നുന്നു. കണ്ടോ ഗൈസ്, അങ്ങനത്തെ വായ അടിച്ചിട്ടുണ്ട്. എല്ലാം കുൽമാലാക്കും ഇപ്പോൾ. പക്ഷെ ഇവിടെ വായ ഉണ്ട്, പക്ഷെ വളരെ കൊലയുള്ള വായ. അത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്, കണ്ടിട്ടില്ല എന്നത്. അതിപ്പോൾ ഒടിഞ്ഞ ഓവിൽ പോകും. അത് മുമ്പ് പിടിച്ച് കെട്ടിയിട്ടുണ്ടതിനാ. സാറൊരു കൊലൻ്റെ ഒരു വായുണ്ട്, പക്ഷെ അത് അങ്ങനെ ആയിട്ടില്ല, ചെറുങ്ങനാണുള്ളൊരു. അതുമ്പ് ഉള്ള ചാൻസില്ല. വൈഫൈൻ്റെ വയറിങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. കണ്ടോ ഇവിടെ റേഞ്ച് ഇല്ലാത്തൊരു വൈഫൈ പറ്റിയതാണ്. വൈഫൈൻ്റെ വയർ അങ്ങോട്ട് പോകുന്നുണ്ട്, പക്ഷേ എന്നാലും പോവും. അത് അതിനോട് തട്ടിയിട്ടുള്ളത് വയർ പൊട്ടിയാൽ പിന്നെ പോയി, എല്ലാം പോയി. അപ്പോൾ ഗൈസ് നമുക്കിതാ ഡോർ അടിച്ചിട്ട് തരാം. അവിടെ ഒരാൾ ഭയങ്കര ബിസിയിലാണ്. ഇതിന് മുമ്പ് ഒരു കാടിനൊരു വീടുണ്ട്, ഐ ക്യാൻ സീ യു എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും അത്. ഈ കാട്ടിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഞാൻ തന്നെയാണ് എടുത്തത്. ജസ്റ്റ് ഒന്ന് പാട്ട് കണ്ടേരം എടുത്ത് നോക്കിയാണ്. ഇവിടെ അങ്ങനെ പ്രേതമൊന്നുമില്ല. പ്രേതം ഉണ്ട് തോന്നുന്നു, പക്ഷേ ഞാൻ ഇതുവരെ എടുത്തില്ല. പ്രാങ്കിയമായി ഉണ്ടോ എന്നറിയില്ല.
ഗോസ്റ്റ് ടീച്ചറിൻ്റെ ആപ്പ് എടുത്ത് നോക്കിയാൽ മതി ഗൈസ്. രണ്ട് കണക്ക് പിടിച്ച് മേടിക്കാം. ഞാൻ രാത്രി പിടിച്ചിട്ട് ഗോസ്റ്റിന് അക്വാർഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെച്ച് പോകുന്ന നേരത്ത് കൂടെ ഇവിടെ ഒരു വെള്ള കളർ കാണിച്ച് ഇവിടെ നൈറ്റ് അപ്പോൾ ഞാൻ കുരച്ച് പോയി, സാരമില്ല, പൊടി വാരിപ്പോയി. അങ്ങനെ കിളിയുണ്ട് കുഞ്ഞി. പിന്നെ ഇവിടെ ഒരു വലിയ പോത്ത് പോലത്തെ വാഴ കൊടിഞ്ഞു കൊണ്ടിന്. പിന്നെ അവിടെ ഒരു പോത്ത് പോലത്തെ ഉണ്ട്. ആ പോത്തിനെ പറഞ്ഞിട്ട് കാര്യമില്ല, ആ പോത്ത് വളരില്ല. ഈ പോത്തിൻ്റെ ചെറുപ്പം കഴിഞ്ഞാണ് പിന്നെയും പണി കെട്ടിയാണ്. ഇപ്പോൾ തീപ്പെട്ടി കൊണ്ട കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി കൂട്ടി കത്തിക്കലാണ് പരിപാടി. ഇപ്പോൾ കൊണ്ട കൊടുക്കാം. ഏടി ഈ സാധനം കൊണ്ടുപോയി വെച്ചിന് കാര്യമില്ല. ഇവിടെ തന്നെ എവിടെയും സൈഡിലുണ്ടാവും. ഇവിടെ നിന്ന് ഞാൻ കാണുന്നില്ല. അവിടെ ചെറിയ പേപ്പറിൻ്റെ അടുത്ത് കൊണ്ട കൊടുക്കാം. ഇവിടെ നിന്ന് കാണുന്നില്ല. ഇവിടെ ചെടികളെന്നാണ് പറഞ്ഞത്. ഇവിടെ ചെടിയൊന്നും ഇല്ലല്ലോ വയസ്സ്. ആ വയസ്സ് ഇവിടെ ഉണ്ട്. ഇവിടെ ഒന്നുണ്ട്. ഇതന്നെയാണോ അറിയില്ല. പല തീപ്പെട്ടിയെന്ന് പറഞ്ഞു. ഇതിലുണ്ട് തീപ്പെട്ടി. ഇതാണോ അറിയത്തില്ല, നോക്കണം. ഇതിലുണ്ട് സാരം ചെയ്താൽ ഇതൊക്കെ കൊണ്ട കൊടുക്കാം. ഇതന്നെയായിരിക്കും വയസ്സ്. ഇവിടെ ഒന്നും തീപ്പെട്ടി കാണുന്നില്ലേ. പക്ഷെ നല്ല കാറ്റടിക്കുന്നുണ്ട്. എന്തൊരു സുഖം വയസ്സ് പുറത്തൊക്കെ. പക്ഷെ ഇവിടെ ഒരു കടലാസ് ഉണ്ട്, അതെടുത്ത് കൊണ്ട് കൊടുക്കാം. ഇതിൻ്റെ കടലാസ് ആവും. ഇപ്പം രണ്ടും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. എന്നാ പിടിച്ചോ. പൈസ പോരാ പോലും കൊത്തം കൊടുക്കാം. ഇവിടെ ഒരു കടലാസ് ഇരിപ്പുണ്ട് വയസ്സ്. ഒന്നല്ല, കുറേ ഉണ്ട് ഇവിടെ. ഇത് കട്ടി കഴിച്ച് പോകണ്ട കൊടുക്കാനാണ് വയസ്സ്. ഞാൻ അത് നല്ല പ്ലേറ്റ് ഒതുക്കിയായിരിക്കും. ഭയങ്കര കട്ടി കഴിച്ചിന്. ഇതൊക്കെ ഇത്രയും കടലാസ് ഇവിടെ ഇത്രയും ന്യൂസ് പേപ്പർ ഇടലുണ്ട്. ഞാനില്ലല്ലോ പോയി. നമുക്കില്ല ഈ വലിയ ശീലം കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറുത് കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ പറയുള്ളൂ. സാർ ഈ രണ്ടെണ്ണം എടുത്ത് കൊണ്ട് കൊടുക്കാം. എല്ലാം കൊണ്ട് ഒന്ന് വെക്കട്ടെ, എല്ലാം കൊടുത്ത് കൊണ്ട് കൊടുക്കാം. ബെസ്റ്റോ ഈ സാധനം എല്ലാം കൊടുത്തു. ആ സാധനം കൊടുത്തു നമുക്ക് വല്ലപ്പെടാം. അവിടെ തീ കത്തുന്നുണ്ട്. ഇതേരാട്ടെ. നമുക്കൊരു പണിയുണ്ട് വയസ്സ്. അവിടെ ഒരു ഉജാലിരിപ്പുണ്ട്. പിന്നെ എല്ലാം പൊക്കിക്കൊണ്ടേറ്റ് നമുക്ക് കാന്താരയിലിട്ടിട്ട് നേരം വെളുത്തിട്ട് നോക്കാം. ചിലപ്പോൾ അത് ഉജാലിൻ്റെ കളറിൽ പിടിച്ചിട്ടുണ്ടെന്ന് നല്ലതാണ് വയസ്സ്. മൂപ്പര് കാണരുത്. മൂപ്പര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ? അവിടെ കാര്യം കാണുന്നുണ്ട്. സാരമില്ല, മെല്ലെ എടുക്കാം. 2 കാന്താരം എടുക്കാം. മൂപ്പര് വന്നാൽ സീനാവും വയസ്സ്. ഒരു 3 എടുത്തിട്ട് പോകാം. കിട്ടോ വയസ്സ്. ഇതിനൊരു വൈകിട്ടുണ്ട്, കുഴപ്പമില്ല. വേഗമൊക്കെ വിടാം. വേഗമല്ല വയസ്സ്. വീഡിയോ എന്തെങ്കിലും വെച്ച് വിട്ടാം. എല്ലാത്തിനും സ്റ്റോറേജ് ഇല്ല വയസ്സ്. ഈ ക്യാമറയിൽ പോകുന്നു. പക്ഷെ നമ്മുടെ പാട്ട അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ സ്ഥിരപ്പാട്ട. ഇതൊന്ന് കഴുകണേ പാട്ട. അതിൽ മണ്ണാണ് വെച്ചാൽ ഇന്നത്തെ മഴേൻ്റെ വെള്ളത്തില്ല. ഇന്നത്തെ ഫ്രഷ് വെള്ളമാണ് വയസ്സ്. ഇത്രയും പൊയ്ത്ത് പോയി കണ്ടോ വയസ്സ്. നമുക്കിത് തുറന്നിട്ട് വെള്ളം എടുക്കാം. ഒരു കൈ ക്യാമറ ഓടിക്കണം, മറ്റേ ചെയ്യണം. അത്ര മതി വയസ്സ്. അധികം വെള്ളം വേണ്ട, ശേഷം മതി. ഉജാല അത്ര ഇല്ല വയസ്സ്. കണ്ടോ, ഉജാല ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ പൊക്കിയിലെടുത്തു. ഇത് വരുന്നില്ല വയസ്സ്. തീർന്നു വീന്ന് കുടിക്കൊക്കെ ഉണ്ട് വയസ്സ്. എന്നിട്ട് വരുന്നില്ല. എന്തോ കുടുങ്ങിയുണ്ട്, കുടുക്കുണ്ട് ഉജാലക്ക്. കണ്ടോ, ഞാൻ കുടയും പോലും വരുന്നില്ല. സ്റ്റെക്കായിരിക്കണം. അതാ മൂടി പൊട്ടി ഗൈസ് ഉജാലയുടെ. ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തിയത്. അപ്പം അല്ല ഗൈസ്, ഞാൻ ഒന്ന് ഞെക്കിയപ്പോഴത്തേക്ക് പാടിങ്ങി പോകുന്നു. കുടുകുടുവാൻ വേണ്ടിയതാ. ക്യാമറ അത്ര ഇല്ല, പക്ഷേ ഞാൻ നോക്കുമ്പോൾ നല്ലതുണ്ട് ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഇളക്കുക ഗൈസ്. ഒരു വടി പോലും ഇല്ലല്ലോ. ഉജാല ഈ മുളക് 2.22 കേട്ടോ. ഞാൻ ഇളക്കാണ്ട് ഇതാ ഒരു പൈപ്പിൻ്റെ കണ്ടുണ്ട്. വേളക്കാം ഗൈസ്. ഇത് ഈ ഫോൺ കാണുന്നില്ല ഗൈസ്. ഒരു കട്ടി അടി ഈ ഫോൺ കാണുന്ന ഈ പാട്ടേൻ്റെ അടി കാണുന്നുണ്ട്. പച്ചാളം പോലത്തിനാണ്. പക്ഷേ ഞാൻ നേരിട്ട് നോക്കുമ്പോൾ ഭയങ്കര കറുപ്പ്. എന്തൊരു പ്രത്യേകതയുള്ള ഫോണാന്ന് തോന്നുന്നത്. ഞാൻ പിന്നെ ക്യാമറ യൂസ് ചെയ്യാറ് ഗൈസ്. ഉജാല മറിഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. ഉജാല നല്ലോണം ഉണ്ട് ഇതിനകത്ത്. നല്ലോണം മറിഞ്ഞിന് ഗൈസ് ഉജാല. ഇത് കളർ പിടിക്കുക ഗൈസ്.
ഉജാല വെള്ളത്തിലിട്ടിരിക്കുന്ന കാര്യം ഗൈസ്. വെള്ളത്തിലിടിച്ചൊരു കുഴപ്പമില്ല. ഈ പൈപ്പ് വരെ ഒരു ഉജാലാകുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യും, പാട്ടയിൽ ഇത്തിരി വെള്ളമുണ്ട്, നമുക്ക് ഇട നോക്കാം. നല്ലോണം കളർ വേണം. അപ്പോൾ നല്ലോണം പാട്ടയിലാക്കിയിട്ടുണ്ട് ഞാൻ. ക്യാമറയിൽ അത്ര തോന്നുന്നില്ല ഗൈസ്. ഇത്ര മതി. നല്ല കട്ടി ഉജാല. എൻ്റെ കൈ ഉജാലയിൽ മുക്കിയെടുത്തു. അയ്യേ ഗായ്സ്, എൻ്റെ കൈമേൽ ഉജാലയായി ഗായ്സ്. നാളെ ഈ ഉജാല എന്നെ കൊണ്ട് തോറ്റല്ലേ ഞാൻ. ഈ ഉജാല വെള്ളത്തിലിടരുത്, അപ്പാടം കിടണം. കേട്ടോ, എൻ്റെ കൈ വെള്ളലുമായി. ഇനി കഴിയാണ്ട് പോകില്ല ഗൈസ്. ഇതാ പോണ്ട് വല്ലാത്തൊരു ഉജാല തന്നെ ഉജാല. പുറത്ത് കൂടെ ഒലിച്ച് വന്നില്ല എൻ്റെ കൈമേലായത് ഈ സാധനം. ഉജാല കാണാൻ പാടില്ല, അവിടെ ഒളിപ്പിച്ച് വെക്കാം സൈഡിൽ. ഒന്ന് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളവിടെ കുമ്പിടും ഉജാല. കുമ്പിടാൻ പാടില്ല ഗൈസ്. കുറച്ചും കൂടി ഈ മുളകിൻ്റെ കൊണ്ടിട്ട് ചേർക്കാം. മുളകൊന്ന് ചോന്ന് വരട്ടെ ഗൈസ്. ചോന്നല്ല, കറുത്തിങ് വരട്ടെ. ജസ്റ്റ് എൻ്റെ കൈമേൽ പിന്നെ ആവുന്നു ഉജാല. ഓക്കെ, ഉജാല ഒളിപ്പിക്കട്ടെ. ഒളിപ്പിക്കും ഗൈസ്. ഉജാല എവിടെ ഒളിപ്പിക്കും നിങ്ങൾ പറ ഗൈസ്. ഇതായിരിക്കും നമുക്ക് ചെടീൻ്റെ ബാക്കിൽ ഒളിപ്പിക്കാം. മഴ പെയ്താൽ നല്ല സീനാവും. അതും കുഴപ്പമില്ല, നടന്നോട്ടെ. ഓക്കെ, അല്ല ഗൈസ്, ഇത് കൈ കയറുന്ന സാധനത്തിന് പോകണി ഞാൻ. സീൻ മച്ചാ സീൻ. അപ്പോൾ ഗൈസ് ഞാൻ നല്ലോണം കുത്തി ഇളകുന്നുണ്ട്. ഇത് ഇടിച്ചൊന്നും കാര്യമൊന്നുമില്ല. നാളെ രാവിലത്തേക്ക് തന്നെ ജോപ്പടർ തന്നെ ആയിരിക്കും. ചിലപ്പോൾ കളർ കൂടാൻ ഇതെങ്ങനെ ഗൈസ് ഇതിലെങ്ങനെ ഉജാല വന്നേ? ഇതിൽ ഞാൻ ഉജാല ഒഴിച്ചിട്ടില്ലല്ലോ. എന്തൊരു മായല്ല പാത്രം ഇടാണ് ഗൈസ് ഇവിടെ ഉള്ളത്. കണ്ടോ, ഇതിലെ ഉജാല ഒഴിച്ചിട്ടില്ല. താനേ ഇത് ഉജാലായി. ഇതിന് ഉജാലായത് ഗൈസ്, ഇതിന് ഉജാല ഒഴിച്ചിട്ടില്ല. എന്തേലും ആട്ടെ ഗൈസ്, എന്തേലും ആയാലപ്പോൾ നമുക്കെന്താ. ഇപ്പോൾ ഒന്ന് എടുത്ത് നോക്കട്ടെ ഞാൻ സാധനം. കണ്ടോ, ചെറുങ്ങനെ ഒന്ന് കളറായി എന്ന് തോന്നി. ഇട്ട് വെച്ചേക്കാം. നേരം വിളിക്കുന്നതിലാട്ടെ, സീനാട്ടെ. എൻ്റെ കൈൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. എൻ്റെ കൂടി മറ്റേ ചോന്ന ഉജാലിൻ്റെ കളറായി കൈ. ഇതിൽ വെറുതെ ആക്കിയതാണ് ഞാൻ. ഇതിൽ നിന്ന് ആക്കിയ ഗൈസ് ഞാൻ വെറുതെ ഇളക്കി കൊടുക്കാം. നമുക്ക് കാര്യം ചെയ്യാം, അകത്ത് പോയിട്ട് മറ്റേ പഴം എടുത്തിട്ട് ഇതിലിട്ട് വെച്ചാലോ ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് നമുക്ക് അകത്ത് പഴം എടുത്തിട്ട് വരാം. അത് പാട്ടിലിട്ട് വെക്കും. നാളെ രാവിലെ നോക്കാം ഗൈസ്. പഴം എല്ലാം കൂടി ഉജാലിൻ്റെ കളറായിട്ടുണ്ടാകും. ഉയർത്തിട്ടുണ്ടെങ്കിൽ മണത്തിട്ട് നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഭയങ്കര ഇടാനുള്ള ഇവിടെ ഇടാക്കി വെച്ചിട്ടൊരു കാര്യമില്ല. അതേ ലൈറ്റുണ്ടേ. കുറേ നേരം വീഡിയോ ചെയ്യാൻ തോന്നി. 17 മിനിറ്റായി. 17 മിനിറ്റായില്ലേ? ഈ പായ അടിച്ചിട്ട് പോവാം ഗൈസ്. ലെറ്റ്സ് ഗോ. പഴത്തിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പുറത്തേക്ക് എത്താം ഗൈസ്. ഗൈസ് പഴത്തിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എത്തി. പഴത്തിൻ്റെ തോലും പോയി. വേഗം കൊണ്ടേ പാടിടാം. ആളിപ്പം വന്നാൽ സീനാവും. പാടം നിൽക്കുന്നുണ്ട് ഗൈസ്. വേഗം ലെറ്റ്സ് ഗോ. അങ്ങനെ ഈ പഴയ ഇപ്പം കണ്ടോ, നീല കളറും ഇല്ല ഗൈസ്. പക്ഷെ പാട്ടയിൽ കളർ തോന്നില്ല. ഒന്ന് നടക്കട്ടെ. ഇപ്പം തന്നെ ഇത് ചോക്കൊന്നും അറിയത്തില്ല. നാളെ രാവിലെ നോക്കാം. രാവിലെ ആട്ടെ. പിന്നെ ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ വെക്കാം. ഉജാലിൻ്റെ കളറാരും കാണണം. ഇത് വെച്ച് മൂടിക്കാം. അല്ലെങ്കിൽ മഴ പെയ്താൽ വെള്ളം മൊത്തമായിട്ട് ഗൈസ്. ചളിയാണ്. ചളി വന്ന് ഇപ്പം വീണതാണ് സാധനം. കഴുകട്ടെ ഗൈസ്. ഞാനത് നമുക്കിത് മൂടിക്കളയാം, അല്ലെങ്കിൽ പ്രശ്നമാവും. ഒരു കാറ്റടിച്ചെല്ലാം മാറിപ്പോള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ നോക്കാം ഗൈസ്. നേരം വിളിച്ചിട്ട് നോക്കാം. അല്ല വേണ്ട, ഇങ്ങനെ നോക്കണ്ട. എന്നിട്ട് നോക്കട്ടെ. ഇത് മൂടണ്ടായി ശരി. ഇത് ഞാൻ നോട്ടെ. പക്ഷെ മഴ പെയ്തൊക്കെ കുഴപ്പമാവും. ഇത് മൂടിയില്ല ഗൈസ്. സാരമില്ല. ഞാൻ ഇതിൽ കഴിഞ്ഞിട്ട് എൻ്റെ കൈൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും. എൻ്റെ കൈ ഇടുന്നില്ല. കാട്ടം പോരാടാ. നേരം പിടിച്ചിട്ട് എങ്ങനെ ഉണ്ടാവും കൈപ്പഴം. ചിലപ്പോൾ എല്ലാം കൂടി അലിഞ്ഞിട്ടെല്ലാം കൂടി ഇങ്ങനെ നിലത്ത് പോകും. വേറെ നമുക്ക് ചെല്ല. നമ്മളെ കാട്ടം കോരുന്ന സാധനം ഇവിടെ ഉണ്ടോ നോക്കാം. ഉണ്ട്. നമുക്ക് നാളെ രാവിലെ നോക്കാം എല്ലാം. ലെറ്റ്സ് ഗോ. ബൈ ഗൈസ്.